എല്ലാവർക്കും ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ സ്വാഗതം. ഇന്നത്തെ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ ഞാൻ പറയാൻ പോണത് ലൈബ്രറി പ്രോഗ്രാംസ് ഓഫ് ഇഗ്നോനെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂലൈ 2025 അഡ്മിഷൻ സൈക്കിൾ ഇപ്പം നിലവിൽ ഓപ്പൺ ആണ്. എല്ലാ കേൾക്കുന്ന കുട്ടികൾക്കോ ആൾക്കാർക്കോ എല്ലാവർക്കും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15 സെപ്റ്റംബർ ആണ്. അപ്പൊ ഇന്ന് നമ്മുടെ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ഒരു പ്രൊമോഷണൽ ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടാണ് ഇഗ്നോ റീജിയണൽ സെന്റർ കൊച്ചിൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ സെഷൻ വഴി നിങ്ങൾക്ക് ഇഗ്നോയുടെ പ്രോഗ്രാംസും ഇഗ്നോനെ പറ്റിയും ഇഗ്നോയുടെ ഈ ലൈബ്രറി റിലേറ്റഡ് പ്രോഗ്രാംസ് കൊണ്ട് എന്ത് ഗുണങ്ങളാണ് ഉള്ളത് അതിനെ പറ്റിയാണ് ഈ ഫേസ്ബുക്ക് ലൈവ് സെഷനിൽ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. ലൈബ്രറീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ലൈബ്രറീസിനെ പറ്റിയാണ് ഈ സ്ക്രീൻഷോട്ട് പറയുന്നത്. ഇത് തഞ്ചാവൂർ മഹാരാജ സർഫോജി സരസ്വതി മഹൽ ലൈബ്രറി ആണ്. ഇത് തമിഴ്നാടുടെ ഏറ്റവും ഓൾഡസ്റ്റ് ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ലൈബ്രറി ആണ്. 16th സെഞ്ചുറിയിലെ ഒരു ലൈബ്രറി ആണിത്. അതുകൂടാണ്ട് നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലൈബ്രറി ആണ്. ഇതിന്റെ റെക്കോർഡ്സ് ഏറ്റവും അധികമാണ്. ഈ ലൈബ്രറി വരുന്നത് മിനിസ്റ്റർ ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അതുകൂടാണ്ട് നമ്മുടെ ഇപ്പൊ നമ്മൾ ബോംബെയിലെ കാര്യം പറയാന്ന് വെച്ചാൽ ബോംബെയിലെ ഏറ്റവും ലാർജസ്റ്റ് റീഡിംഗ് ക്ലബ് എന്ന് പറയാന്ന് വെച്ചാൽ ഈ കാണുന്ന സ്ക്രീൻഷോട്ടാണ്. അതുകൂടാണ്ട് യശ്വന്ത്റാവ് ചവാൻ ആൻഡ് മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയാണ് ഈ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത്. അതൊരു വലിയൊരു ഗ്ലാസ് ലൈബ്രറി ആണ്. ഇഗ്നോയുടെ ലൈബ്രറിയുടെ സ്ക്രീൻഷോട്ട് ആണ് ഇത് കാണിക്കുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ലൈബ്രറി ആണ്. ഈ ഗ്യാൻ കോഷ് എന്ന് പറഞ്ഞ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഏറ്റവും ലാർജസ്റ്റ് സോഫ്റ്റ് കോപ്പി മെറ്റീരിയൽസ് അവൈലബിൾ ഉള്ള റെപ്പോസിറ്ററി ആണ്. അതുകൂടാണ്ട് സെൻട്രൽ ലൈബ്രറി ഓഫ് കേരള, ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറീസ് ആണ് കോളേജ്. പിന്നെ എറണാകുളം പബ്ലിക് ലൈബ്രറി 1870 എസ്റ്റാബ്ലിഷ് ആയ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറി ആണ് കേരളത്തിലെ. ഇത് ഒരു റീസെന്റ് ഒരു വാർത്ത വന്നിരുന്നു, ഒരു പഞ്ചായത്ത് ലൈബ്രറി ഉണ്ട്. അത് അതിന്റെ മിഷൻ എന്ന് പറയുന്നത് ചിൽഡ്രനും വുമണിനെ ബുക്സിനെ പറ്റി ആകർഷിക്കാനുള്ള ഒരു പഞ്ചായത്ത് ലൈബ്രറി ആണിത്. ഇപ്പൊ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാച്ചാൽ നമ്പർ ഓഫ് പബ്ലിക് ലൈബ്രറീസ് നമ്മളൊരു അനാലിസിസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കാണാന്ന് വെച്ചാൽ കേരളത്തിലാണ് ഏറ്റവും അധികം പബ്ലിക് ലൈബ്രറീസ് ഉള്ള ഒരു സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ലൈബ്രറി പ്രോഗ്രാംസിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള. ഇനി ഞാൻ ലൈബ്രറി പ്രോഗ്രാംസിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ ആക്ട് ഓഫ് പാർലമെന്റ് മുഖാന്തരം എസ്റ്റാബ്ലിഷ് ആയ ഒരു യൂണിവേഴ്സിറ്റി ആണ്. ഇത് 1985 എസ്റ്റാബ്ലിഷ് ആയത്. ഇതിന്റെ മെയിൻ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഡെമോക്രറ്റൈസിങ് ഹയർ എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ വിദ്യാഭ്യാസം ഡോർ സ്റ്റെപ്പ് ഓഫ് ദ ലേണേഴ്സ് വരെ കൊണ്ടുപോകാനുള്ള ഒരു ഒബ്ജക്റ്റീവ് ആണ് ഇഗ്നോയ്ക്ക് ഉള്ളത്. പിന്നെ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നമുക്ക് ഏത് പ്രായക്കാർക്കും ഇഗ്നോയുടെ പ്രോഗ്രാംസ് ചേരാം. അതിനൊരു പ്രായപരിധി ഇല്ല. അതുകൂടാണ്ട് ഏത് റീജിയൻ ആയാലും റിലീജിയൻ ആയാലും ജെൻഡർ ആയാലും നിങ്ങൾക്ക് ഇഗ്നോയുടെ പ്രോഗ്രാംസ് ചെയ്യാം. ഇഗ്നോയുടെ പ്രോഗ്രാംസ് എല്ലാം തന്നെ നീഡ് ബേസ്ഡ് അക്കാഡമിക് പ്രോഗ്രാംസ് ആണ്. അതിനൊരു പ്രൊഫഷണൽ ആൻഡ് വൊക്കേഷണൽ ഓറിയന്റേഷൻ ഉള്ള കോഴ്സസ് ആണ് ഇഗ്നോ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇഗ്നോയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എന്താണ് ഇഗ്നോയുടെ പ്രോഗ്രാംസിന് യുണീക്ക് എന്ന് ചോദിക്കാന്ന് വെച്ചാൽ ഇഗ്നോയുടെ ഒട്ടേറെ പ്രോഗ്രാംസ് ഉള്ളത്. നിലവിൽ 333 പ്രോഗ്രാംസ് ആണ് ഇഗ്നോ ഓഫർ ചെയ്യുന്നത്. അത് ഈ പ്രോഗ്രാംസ് എല്ലാം 21 സ്കൂൾ ഓഫ് സ്റ്റഡീസ് ഇഗ്നോ ഹെഡ്ക്വാർട്ടർ ഡൽഹി മുഖാന്തരമാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ഓഫർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ നിലവിൽ ഒരു 31 ലക്ഷം കുട്ടികളാണ് ഇഗ്നോയിൽ എൻറോൾ ചെയ്തിരിക്കുന്നത്. ഈ എല്ലാ സപ്പോർട്ട് സർവീസും 57 റീജിയണൽ സെന്റർ മുഖാന്തരമാണ് ഈ സപ്പോർട്ട് സർവീസസ് ഓൾ ഓവർ ഇന്ത്യ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാണ്ട്
ഇഗ്നോറിൽ 268 മൂവ് കോഴ്സസും ഉണ്ട്. ഈ മൂവ് കോഴ്സസ് സ്വയത്തിന്റെ മൂവ് കോഴ്സസ് ആണ് ഇഗ്നോ വിച്ച് ഓഫർ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇഗ്നോ സപ്പോർട്ട് ചെയ്യുന്നത്? ഇഗ്നോയിൽ 3 റീജിയണൽ സെന്റേഴ്സ് ആണ് ഉള്ളത് കേരളത്തില്. ഒന്ന് കൊച്ചി, പിന്നെ ട്രിവാൻഡ്രം, പിന്നെ വടകര. കൊച്ചിൻ റീജിയണൽ സെന്റർ 1988 എസ്റ്റാബ്ലിഷ് ആയ ഒരു റീജിയണൽ സെന്റർ ആണ്. ഇത് 6 ഡിസ്ട്രിക്റ്റും ഒരു യൂണിയൻ ടെറിട്ടറിയാണ് കാറ്റർ ചെയ്യുന്നത്. ഇത് ആദ്യത്തെ റീജിയണൽ സെന്റർ ആണ് കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ആയത്. ഇതിന്റെ ഡിസ്ട്രിക്ട്സ് പറയുന്നത്, ഇതിന്റെ ജോഗ്രാഫിക്കൽ റീജിയൻ പറയുന്നത് എറണാകുളം, തൃശൂർ, പാലക്കാട്, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് ലക്ഷദ്വീപ് ആണ്. അതുകൂടാണ്ട് ഇഗ്നോ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം 2009 എസ്റ്റാബ്ലിഷ് ആയ ഒരു സെന്റർ ആണ്. ഇത് 4 ഡിസ്ട്രിക്റ്റിലാണ് കാറ്റർ ചെയ്യുന്നത്. അതിൽ 3 ഡിസ്ട്രിക്ട് കേരളത്തിലും 1 തമിഴ്നാടിലാണ്. ഡിസ്ട്രിക്ട്സിന് പറയുന്നത് കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ഓഫ് കേരള, പിന്നെ കന്യാകുമാരി തമിഴ്നാടിലുള്ള ഡിസ്ട്രിക്ട്സിന്റെ ജോഗ്രാഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇഗ്നോ റീജിയണൽ സെന്റർ വടകര 3ാമത്തെ റീജിയണൽ സെന്റർ എസ്റ്റാബ്ലിഷ് ആയതാണ്. ഇത് 2011 എസ്റ്റാബ്ലിഷ് ആയ ഒരു റീജിയണൽ സെന്റർ ആണ്. ഇത് 5 ഡിസ്ട്രിക്ട്സിനെയാണ് കാറ്റർ ചെയ്യുന്നത്, പിന്നെ ഒരു യൂണിയൻ ടെറിട്ടറിയും. ഇതിന്റെ റീജിയൻ പറയുന്നത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പിന്നെ യൂണിയൻ ടെറിട്ടറി ഓഫ് മാഹയാണ്. അപ്പൊ ഇഗ്നോയുടെ എല്ലാ പ്രോഗ്രാംസിന് പറയുന്നത് ഒരു പ്രോഗ്രാം ടൈറ്റിൽ ഉണ്ടാവും, പിന്നെ അതിന്റെ പേരുണ്ടാവും, പിന്നെ അതിന്റെ ക്രെഡിറ്റ്സ് ഉണ്ടാവും. ഇഗ്നോയുടെ എല്ലാ പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ 30 മണിക്കൂർ ഓഫ് അവേഴ്സ് ഓഫ് സ്റ്റഡി എന്നാണ് പറയാ. പിന്നെ ആ ക്രെഡിറ്റിന്റെ കീഴിലാണ് സബ്ജക്ട് കോഡ്സ് വരുന്നത്. ഇഗ്നോയുടെ എല്ലാ സബ്ജക്ട്സിനും പറയുന്നത് കോഴ്സ് കോഡ് വഴിയാണ്. അപ്പൊ ഇനി നമുക്ക് കാണാം എന്തൊക്കെ ലൈബ്രറി പ്രോഗ്രാംസ് ആണ് ഇഗ്നോ ഓഫർ ചെയ്യുന്നത്. ഇഗ്നോയുടെ എല്ലാ ലൈബ്രറി പ്രോഗ്രാംസും സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ സ്കൂൾ വഴിയാണ് ഇത് ഓഫർ ചെയ്യപ്പെടുന്നത്. അപ്പൊ 4 ലൈബ്രറി പ്രോഗ്രാംസ് ആണ് ഇഗ്നോ ഇപ്പൊ നിലവിൽ ഓഫർ ചെയ്യുന്നത്. ഒന്ന് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, രണ്ടാമത് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, മൂന്നാമത്തത് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, നാലാമത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്. അപ്പൊ ആദ്യത്തെ പ്രോഗ്രാം നമുക്ക് കാണാം, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. ഈ പ്രോഗ്രാം ഞങ്ങളുടെ ഇഗ്നോയുടെ കോമൺ പ്രോസ്പെക്ടസ് ഇഗ്നോയുടെ വെബ്സൈറ്റ് www.igno.ac.in അവൈലബിൾ ആണ്. ഈ കോമൺ പ്രോസ്പെക്ടസിൽ നിങ്ങൾ നോക്കുക പേജ് നമ്പർ 344 സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിന്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. എന്താണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ പ്രൊഫഷണൽസിനെ സെൻസിറ്റൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് CLI പ്രോഗ്രാം. അപ്പൊ നിങ്ങൾക്കൊരു ബേസിക് ഓറിയന്റേഷൻ എന്താണ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിനെ പറ്റി അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ CLI പ്രോഗ്രാം ഓഫ് ഇഗ്നോ ചെയ്യുന്നതായിരിക്കും. അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരും. നമുക്ക് ലൈബ്രറീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ, നമുക്ക് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും പോലും നമുക്കൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ലൈബ്രറീസിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് CLIS പ്രോഗ്രാം നമുക്ക് നൽകുന്നത്. ഇതിൽ 4 സബ്ജക്റ്റ് ആണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഈ 4 സബ്ജക്റ്റിലും നമുക്ക് തിയററ്റിക്കലും പ്രാക്ടിക്കൽ ആസ്പെക്റ്റിനെ പറ്റി നമുക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന്റെ ഇംഗ്ലീഷ് ആണ്. പക്ഷെ നിങ്ങൾക്ക് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻസ് ഹിന്ദിയിലും എഴുതാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഈ 4 സബ്ജക്ട്സ് ഇതിൽ വരുന്നത്. ഒന്ന് BLI 11, പിന്നെ ലൈബ്രറീസ് ഇൻട്രൊഡക്ഷൻ, ഡോക്യുമെന്റ് പ്രോസസിംഗ് ആൻഡ് ഓർഗനൈസേഷൻ, ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് ലൈബ്രറി സർവീസസ്, ICT ഇൻ ലൈബ്രറീസ്. അപ്പൊ ഈ 16 ക്രെഡിറ്റിന്റെ പ്രോഗ്രാം ആണ് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊരു 6 മാസത്തെ പ്രോഗ്രാം ആണ്. മാക്സിമം നിങ്ങൾക്ക് 2 വർഷമാണ് കിട്ടുന്നത് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഈ 6 മാസത്തിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇഗ്നോ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് അടുത്ത സൈക്കിളിൽ കഴിഞ്ഞ് എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 3200 ആണ് ഫുൾ പ്രോഗ്രാമിന് വേണ്ടി.
നെക്സ്റ്റ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാച്ചിലർ ഓഫ് സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സയൻസ് പ്രോഗ്രാം ആണ്, BLIS പ്രോഗ്രാം. വളരെ അധികം ഫേമസ് ആയ ഒരു പ്രോഗ്രാം ആണ്. ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പേജ് നമ്പർ 213 ഈ ജൂലൈ 2025 പ്രോസ്പെക്ടസിൽ ഇത് അവൈലബിൾ ആണ്. ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ആണ് ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടത്. അതിൽ 6 സബ്ജക്റ്റ് പ്രാക്ടിക്കൽ കമ്പോണന്റ് ഉള്ള സബ്ജക്ട്സ് ആണ്, പിന്നെ 4 സബ്ജക്ട്സ് ആണ് തിയറി ബേസ്ഡ് സബ്ജക്ട്സ്. അപ്പൊ ഇത് കറന്റ് ഇംഗ്ലീഷ് മീഡിയത്തിൽ മാത്രമേ ഇത് ഓഫർ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 50% മാർക്സ് ആൻഡ് 45% ഫോർ ജനറൽ ആൻഡ് ഫോർ SC ST OBC PH കാറ്റഗറിയിലെ കുട്ടികളാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാച്ചിലർ ഡിഗ്രി വിത്ത് ഡിപ്ലോമ 1 ഇയർ ഇൻ ലൈബ്രറി സയൻസ് വേണം, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് 2 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ചേരാം. ഇതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്. പക്ഷേ സ്റ്റുഡൻസിന് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷനും ഒക്കെ ഹിന്ദിയിൽ വേണമെങ്കിൽ എഴുതാം. അപ്പൊ ഈ പ്രോഗ്രാം ഇപ്പൊ നിലവിൽ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഓപ്പൺ ആണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പൊ സെപ്റ്റംബർ 15 ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിന്റെ സബ്ജക്ട്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഒട്ടേറെ സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് സൊസൈറ്റി, ഇൻഫർമേഷൻ സോഴ്സസ് ആൻഡ് സർവീസസ്, ഓർഗനൈസിംഗ് ആൻഡ് മാനേജിംഗ് ഇൻഫർമേഷൻ, ICT ഫണ്ടമെന്റൽസും ഈ പ്രോഗ്രാമിൽ വരുന്നുണ്ട്. അതുകൂടാണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മാനേജ്മെന്റ് ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർ, ഡോക്യുമെന്റ് പ്രോസസിംഗ് പ്രാക്ടീസ്, ഇൻഫർമേഷൻ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ICT ഇൻ ലൈബ്രറീസ് ആൻഡ് അതുകൂടാണ്ട് ഒരു ഇന്റേൺഷിപ്പും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ചെയ്യേണ്ടി വരും. ഇതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷും ഹിന്ദിയാണ്. ഇതിന്റെ ഡ്യൂറേഷൻ മിനിമം 1 ഇയർ ആണ്. മാക്സിമം നിങ്ങൾക്ക് 2 വർഷമാണ് കിട്ടുന്നത് ഈ കംപ്ലീറ്റ് ചെയ്യാൻ. ഇത് 2 സെഷനിലും ജാനുവരിയും ജൂലൈ സൈക്കിൾ ഓഫ് അഡ്മിഷനിലും ഈ പ്രോഗ്രാം ഓഫറിലുണ്ട്. ഇതിന്റെ ഫീ പറയുന്നത് 9,000 ആണ്. ഫുൾ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഫീ നൽകേണ്ടത്. അപ്പൊ ഇതുവരെ ഞാൻ സംസാരിച്ചത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും. ഇഗ്നോയെ പറ്റി ഞാൻ സംസാരിച്ചു. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് BLIS പ്രോഗ്രാമും അതുകൂടാതെ BLIS പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ ഇതുവരെയും സംസാരിച്ചത്. ഇനി ഞാൻ പോകുന്നത് PG ലെവൽ പ്രോഗ്രാംസ് ഓഫ് ലൈബ്രറി സയൻസ് ആണ്. മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, ദാറ്റ് ഇസ് ദ MLIS പ്രോഗ്രാം ഓഫ് ഇഗ്നോ. MLIS പ്രോഗ്രാമിനെ പറ്റി 74 പേജ് നമ്പറിൽ ജൂലൈ 2025 പ്രോസ്പെക്ടസിൽ ഇതിനെ പറ്റി ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. ഇതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന സ്ക്രീനിൽ. ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ലെവലിൽ ലൈബ്രറി സയൻസസിന്റെ ഹ്യൂമൻ റിസോഴ്സസിന്റെ നീഡ്സും എല്ലാം മീഡ് ചെയ്യാൻ, ഇൻഫർമേഷൻ ലൈബ്രറി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MLIS പ്രോഗ്രാം. നിങ്ങൾ ആക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും MLIS ചെയ്ത ഒരു ഫുൾ ലൈബ്രറി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നത്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഓർ അസോസിയേറ്റ്ഷിപ്പ് ഫ്രം NISAR ആൻഡ് DRTC ആണ്. ഇതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്. പക്ഷെ സ്റ്റുഡൻസിന് അസൈൻമെന്റ്സും ടേം ആൻഡ് എക്സാമിനേഷൻ ഹിന്ദിയിൽ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇതില് കമ്പൽസറി കോഴ്സസ്, കോർ കോഴ്സസ് 8 എണ്ണം ഉണ്ട്. അതുകൂടാണ്ട് 2 ഇലക്ടീവ് കോഴ്സസ് നിങ്ങൾക്ക് ഈ 6 ചോയ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായിരിക്കും. അതുകൂടാണ്ട് ഈ പ്രോഗ്രാമിൽ ഒരു പ്രൊജക്ട് കമ്പോണന്റ് ഉണ്ട്. അതുകൂടാണ്ട് ഒരു ഇന്റേൺഷിപ്പ് കമ്പോണന്റും കൂടി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 1 ഇയറും മാക്സിമം 2 ഇയേഴ്സ് ആണ്. ഇത് 2 സെഷനിലും ഓഫർ ഉള്ള പ്രോഗ്രാം ആണ്. ഇതിന്റെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആണ്. അപ്പൊ ഇതിന്റെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് 12,000 rupees ആണ് ഫോർ ദ ഫുൾ പ്രോഗ്രാം. അപ്പൊ ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലൈബ്രറി ഓട്ടോമേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് പ്രോഗ്രാമിനെ പറ്റിയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾ ഇഗ്നോയുടെ പ്രോസ്പെക്ടസിൽ നോക്കുക. 255 പേജ് നമ്പറിൽ ഈ പ്രോഗ്രാം അവൈലബിൾ ആണ്. ഇതിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് ടു ഡെവലപ്പ് ദ പ്രൊഫഷണൽ കോമ്പറ്റൻസീസ് ഓഫ് ദ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ പ്രൊഫഷണൽസ് ആണ്. അപ്പൊ ഇതൊരു പ്രൊഫഷണൽ അപ്രോച്ച്. ഇപ്പൊ എല്ലാ ലൈബ്രറീസും ഡിജിറ്റലായി, അതിനൊരു ഓട്ടോമേറ്റഡ് ആൻഡ് നെറ്റ്വർക്ക് എൻവയറമെന്റിലാണ് ലൈബ്രറീസ് എല്ലാം മിക്കതും ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഓട്ടോമേറ്റഡും നെറ്റ്വർക്ക് എൻവയറമെന്റിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സ്കിൽസ് ആണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക്
ഒരു ബേസിക് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി നിങ്ങൾക്ക് മനസ്സിലാവും. ഓഫ് ലൈബ്രറി ഓട്ടോമേഷൻ സർവീസസ് എങ്ങനെയാണ് ഉള്ളത് അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലെ കമ്പോണൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ നെറ്റ്വർക്കിംഗ് ആൻഡ് ഇന്റർനെറ്റ് ടെക്നോളജി, പിന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് നെറ്റ്വർക്ക്സിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൂടാണ്ട് ഒരു വെബ് എനേബിൾ കണ്ടന്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യേണ്ട അതിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൂടാണ്ട് ലീഗൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് ഉള്ളത് അസോസിയേറ്റഡ് വിത്ത് ഇൻഫർമേഷൻ അതിനെ പറ്റിയും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൂടാണ്ട് ഒരു നിങ്ങൾക്ക് സ്കിൽസ്, പ്രോഗ്രാമിംഗ് സ്കിൽസ്, സ്പെസിഫിക് ലാംഗ്വേജസ് ലൈക്ക് ജാവ, വിഷ്വൽ ബേസിക് അതിനെ പറ്റിയും നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ ഈ പ്രോഗ്രാം നൽകുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. അപ്പൊ ഇതിലും ഒരു പ്രാക്ടിക്കലും പ്രൊജക്ട് കമ്പോണന്റ് ഉണ്ട്. ഇതൊരു 32 ക്രെഡിറ്റ്സിന്റെ ഒരു പ്രോഗ്രാം ആണ്. ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആൻഡ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് ആണ്. അതിന്റെ ഫീ സ്ട്രക്ചർ വരുന്നത് 18,000 ആണ് ഫുൾ പ്രോഗ്രാമിന്റെ. ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത് മിനിമം 1 ഇയേഴ്സും മാക്സിമം 3 ഇയേഴ്സ് ആണ്. ഇതിൽ 2 സൈക്കിളിലും നിങ്ങൾക്ക് അഡ്മിഷൻസ് ഓപ്പൺ ആണ്, ജാനുവരിയും ജൂലൈ സൈക്കിൾ ഓഫ് അഡ്മിഷനും. പിന്നെ എല്ലാ ഇപ്പൊ ഇഗ്നോർ അഡ്മിഷൻ സെഷൻ എന്ന് പറയുന്നത് 2 സെഷനാണ് ഉള്ളത്, ജാനുവരി സെഷനും ജൂലൈ സെഷൻ. ഇപ്പൊ നിലവിൽ ജൂലൈ സെഷൻ ഓപ്പൺ ആണ്. എല്ലാ ലൈബ്രറി പ്രോഗ്രാംസും സർട്ടിഫിക്കറ്റും ഡിപ്ലോമ ഈ 2 സെഷനിലും ഓഫർ ആണ്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ഇഗ്നോർ ലൈബ്രറി പ്രോഗ്രാംസിനെ പറ്റിയാണ്. ഇനി ഞാൻ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തരാൻ പോണത് CS സ്കീം ഓഫ് ഇഗ്നോറിനെ പറ്റിയാണ്. ഈ സ്കീമിന്റെ നിങ്ങൾക്ക് ഒരു ഫുൾ പ്രോഗ്രാം പഠിക്കാൻ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണത്തില്ല. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ചിലപ്പോൾ 1-2 സബ്ജക്റ്റ് ആയിരിക്കും ആ പ്രോഗ്രാമിന്റെ. അപ്പൊ നിങ്ങൾക്ക് ആ 1-2 സബ്ജക്റ്റ് ഈ CRCS സ്കീം വഴി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് മാക്സിമം ഒരു 16 ക്രെഡിറ്റ് വരെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ CRCS സ്കീമിലെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ പ്രോഗ്രാമിൽ ഇൻട്രസ്റ്റ് കാണില്ല, പക്ഷെ ചില സബ്ജക്ട്സ് മാത്രം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പൊ ആ സബ്ജക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ് CRCS സ്കീം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് പ്രോഗ്രാം സബ്ജക്റ്റ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ നിങ്ങൾക്ക് CRCS പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിലെല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക് പഠിക്കാം എക്സെപ്റ്റ് റിസർച്ചും അവയർനെസ് ആൻഡ് അപ്രിസിയേഷൻ ലെവൽ പ്രോഗ്രാംസ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇഗ്നോറിൽ അഡ്മിഷൻ എടുക്കുക? ഇപ്പൊ അഡ്മിഷൻ സൈക്കിൾ ഞാൻ പലവട്ടം പറഞ്ഞു, ഇഗ്നോർ അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കിലും പോവാം. ഇഗ്നോർ ലിങ്ക് ഓൺലൈൻ അഡ്മിഷൻസ് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ignoadmission.samarth.edu.in ആണ്. അതുകൂടാണ്ട് നിങ്ങൾ ഇഗ്നോർ മെയിൻ വെബ്സൈറ്റിൽ പോവാൻ വെച്ചാൽ www.igno.ac.in നിങ്ങൾ അഡ്മിഷനിൽ പോയിട്ട് അപ്ലൈ ഫോർ ഓഡിയൽ പ്രോഗ്രാം ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾ എല്ലാവർക്കും. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഈ പ്രൊമോഷൻ മീറ്റിംഗ് നമ്മൾ ചെയ്യേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് ഇഗ്നോ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ലേണിംഗ് ആണ്. ഏത് പ്രായക്കാർക്കും വിത്തൗട്ട് എനി ബയസ് ജെൻഡർ എല്ലാവർക്കും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇഗ്നോ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പ്രൊമോഷൻ മീറ്റിംഗ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രൊമോഷൻ മീറ്റിംഗ് വഴി നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ പ്രോഗ്രാംസ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു ഓറിയന്റേഷൻ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടാണ്ട് നിങ്ങൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് അതിനെ പറ്റി ഒരു ഇൻഫർമേഷൻ നമുക്ക് ഈ പ്രോഗ്രാമിനെ പറ്റി കിട്ടിക്കാണും. സോ ഇഗ്നോയുടെ ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ പറയാന്ന് വെച്ചാൽ ഇഗ്നോ ഈസ് എൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡർ ത്രൂ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് മോഡ്, ഓൺലൈൻ മോഡ് ആൻഡ് സ്വയം പ്രോഗ്രാംസ്. ഇഗ്നോയുടെ സ്വയംനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ സ്വയം പ്ലാറ്റ്ഫോമിൽ പോയ ഒട്ടേറെ ഓൺലൈൻ പ്രോഗ്രാംസ് ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ സ്വയത്തിന്റെ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഇഗ്നോയിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റും PG സർട്ടിഫിക്കറ്റും ഡിപ്ലോമയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പ്രോഗ്രാംസ് ഇഗ്നോ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ എല്ലാ പ്രോഗ്രാംസും നിങ്ങൾക്ക്
സ്വയത്തിന്റെ പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പൊ സ്വയം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റഡി പെറ്റ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ്. ഇതിന്റെ ലിങ്ക് എന്ന് പറയുന്നത് https:/swayam.gov.in. എല്ലാ കുറെ ഇഗ്നോ കോഴ്സസ് ഈ സ്വയം പോർട്ടലിൽ അവൈലബിൾ ആണ്. ഈവൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി റിലേറ്റഡ് കോഴ്സസും സ്വയം പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഇതുവരെ നിങ്ങൾ കേട്ടത് ഇഗ്നോ പറ്റിയാണ്. പിന്നെ ഇഗ്നോയുടെ സ്വയം പോർട്ടലിനെ പറ്റി ഞാൻ സംസാരിച്ചു. അതുകൂടാണ്ട് ലൈബ്രറി പ്രോഗ്രാംസ് ഏതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു നോളേജ് കിട്ടി കാണും. അപ്പൊ ഞാൻ ഇത് പ്രൊമോഷൻ മീറ്റിംഗ് തീർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ലൈഫ് സ്കിൽസിനെ പറ്റിയാണ്. നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും നിങ്ങൾ എപ്പോഴും ഓണസ്റ്റി കാണിക്കണം. അതുകൂടാണ്ട് എപ്പോഴും ഒരു ദിവസം ഒരു സമയം എടുക്കുക. നാളത്തെ പറ്റി ചിന്തിച്ച് വറി ആവണ്ട. നിങ്ങൾ എന്ത് പ്രോഗ്രാം ചെയ്താലും അതിന്റെ സ്പിൻ ഓഫ് ബെനിഫിറ്റ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾ ഓണസ്റ്റ് ആയിട്ട് ആ പ്രോഗ്രാം ചെയ്യാത്ത തീർച്ചയായിട്ടും അതിന്റെ സ്പിൻ ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഇത് ഞങ്ങളുടെ കുറച്ച് ജനറൽ ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യാണ്. ഈ പ്രോഗ്രാം ലൈവ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പേജ് വഴിയാണ്, ഇഗ്നോ റീജിയണൽ സെന്റർ കൊച്ചി. അപ്പൊ ഈ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യാൻ വെച്ചാൽ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒത്തിരി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാണ്ട് ഞങ്ങൾ ട്വിറ്ററിൽ ഫോളോ ചെയ്യൂ. അതുകൂടാണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട് RC കൊച്ചിന്റെ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ പറ്റിയോ ഇഗ്നോനെ പറ്റി എന്തെങ്കിലും ഒരു ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ rc.cochin@igno.ac.in ഞങ്ങൾക്കൊരു മെയിൽ ഇട്ടാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിന്റെ മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാണ്ട് ഇഗ്നോ റീജിയണൽ സെന്റർ കൊച്ചിന്റെ വെബ്സൈറ്റ് ഉണ്ട് rc.cochin.igno.ac.in. അത് തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യുക. അതുകൂടാണ്ട് ഓൺലൈൻ അഡ്മിഷൻസിന്റെ ലിങ്ക് ഉണ്ട് ignoadmission.samarth.edu.in. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ ഈ ലിങ്ക് വഴി ഇഗ്നോയുടെ പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സംസാരിക്കാൻ ഉണ്ടായിരുന്നത്. ഞാൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇഗ്നോയുടെ അതോറിറ്റീസ് ഫെസിലിറ്റേറ്റ് ചെയ്ത ഞങ്ങളുടെ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ JS ഡോറത്തി മാഡം, അവരുടെ നേതൃത്വത്തിലാണ് ഞാൻ ഈ ഫേസ്ബുക്ക് ലൈവ് സെഷൻ ചെയ്തത്. അപ്പൊ അവർക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുകൂടാണ്ട് ഇതിന്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ് തന്നത് ശ്രീ മുഹമ്മദ് അൻസാറാണ്. അതിന്റെ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് മിസ് രേഷ്മ സുരേഷാണ് ചെയ്തത്. ഇവരെല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എൻ്റെ വിശ്വാസമാണ് എല്ലാവരും ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇഗ്നോയിൽ ജോയിൻ ചെയ്യും. താങ്ക് യു.